ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫാമ നോട്ട്സിലേക്ക് സ്വാഗതം. നമ്മളിനി പഠിക്കാൻ പോകുന്നത് മിനറൽ ആയിട്ടുള്ള സോഡിയത്തിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഫങ്ഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി മിനറൽസ് ആവശ്യമാണല്ലോ. നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, ക്ലോറിനും, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫറൊക്കെ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ സോഡിയം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ റിക്വയർമെൻറ്റ്സും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ സോഴ്സും അതിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻസൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോഡിയത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോഡിയത്തിൻ്റെ സോഴ്സാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സോഴ്സ് പഠിക്കാം. Source of sodium. Sodium is widely distributed in food materials. Major source is table salt and salt added to the prepared food. അപ്പോൾ സെക്കൻഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെയാണ് സോൾട്ട് ഉണ്ടല്ലേ, ആ സോൾട്ടും പിന്നെ മെയിൻ സോഴ്സ് ഏതാണ്, ടേബിൾ സോൾട്ടാണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ്സ് നോക്കാം. ഇൻഫൻസിൽ 100 to 700 മില്ലിഗ്രാം, ചിൽഡ്രൻസിൽ 300 to 2500 മില്ലിഗ്രാം, അഡൽട്ട്സിൽ 100 to 3300 മില്ലിഗ്രാം. അപ്പോൾ ഇതാണ് ഡെയിലി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ, സോഡിയം മെയിൻറ്റെയിൻ ദ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഹെൽപ്സ് ഇൻ റീറ്റെയിനിങ് വാട്ടർ ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ, ഇൻ അസോസിയേഷൻ വിത്ത് ക്ലോറൈഡ്, ബൈകാർബണേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് ഇറ്റ് റെഗുലേറ്റ് ആസിഡ് ബേസ് ഇക്വിലിബ്രിയം. അതാണ് സെക്കൻഡ് ഫങ്ഷൻ. തേർഡ് ഫങ്ഷൻ, സോഡിയം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നെർവ് ആൻഡ് മസിൽ ഫങ്ഷൻ. Fourth function, it maintain normal irritability of muscle, permeability of the cell and heartbeat. Fifth function, sodium ion is involved in absorption of glucose. Sixth function, sodium also functions in the resting membrane potential and action potential. ഇത് നമുക്ക് അതിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കാം. The normal level of sodium in all blood is 70 MEq per liter. MEq എന്ന് പറഞ്ഞാൽ മില്ലി ഇക്വലൻ്റ് പെർ ലിറ്റർ. ഇൻ പ്ലാസ്മയിൽ 143 MEq പെർ ലിറ്റർ. ആൻഡ് ഇൻ സെൽസിൽ 37 MEq പെർ ലിറ്റർ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇൻക്രീസ്ഡ് പ്ലാസ്മ സോഡിയം കോൺസെൻട്രേഷൻ നമ്മൾ ഹൈപ്പർ നട്രീമിയ എന്ന് പറയും. അതായത് പ്ലാസ്മയിലുള്ള സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിരിക്കുന്നതിനെ നമ്മൾ ഹൈപ്പർ നട്രീമി എന്നും, പ്ലാസ്മയിലുള്ള സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിരിക്കുന്നത് നമ്മൾ ഹൈപ്പോ നട്രീമി എന്നും പറയും. എ ഡിക്രീസ് ഇൻ പ്ലാസ്മ സോഡിയം കോൺസെൻട്രേഷനെ നമ്മൾ ഹൈപ്പോ നട്രീമി എന്നും പറയും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സോഡിയത്തിനെ പറ്റി ഷോർട്ടായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.